അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മനസ്സിൽ നിറയെ ഭാരവുമായി നുസൈബ അതാ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നു. അവൾ ബസ്സിറങ്ങി. എന്തെന്നറിയില്ല, മനസ്സിനുള്ളിൽ ഇതുവരെ സന്തോഷ നിമിഷങ്ങളായിരുന്നു. പക്ഷേ ആ വോയിസ് കേട്ടതു മുതൽ തീരെ ഒരു സുഖമില്ല. മനസ്സിൻ്റെ എല്ലാ സന്തോഷങ്ങളും സമാധാനങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പടച്ചോനെ, ഇനിയും നീ എന്നെ പരീക്ഷിക്കുകയാണോ? നുസൈബ തേങ്ങി. അവൾ ബസ്സിറങ്ങി നേരെ അതാ അവളുടെ വീട്ടിലേക്ക് നടക്കുന്നു. പെട്ടെന്ന് അവൾ ഞെട്ടിപ്പോയി. പടച്ചോനെ, എന്താ ഇത്? അതെ, ഹുസൈനാജി അയാളുടെ കാറുമായി അവിടെ റോഡിൽ തന്നെയുണ്ട്. കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു, പെണ്ണേ, പിന്നെ ആ ചെക്കനെങ്ങാനും ഇനി കാണാനോ സംസാരിക്കാനോ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏതായാലും പൗതി ജീവനായി ഓനോട് കിടക്കുന്നുണ്ട്. ഇനിയും ഇജ്ജ് ഓനെ കാണാൻ പോവേ ഓനോട് കൂട്ടുകൂടെ ചെയ്തിക്കണമെങ്കിലേ തെളിവില്ലാത്ത രീതിയിൽ ഓൻ അരിഞ്ഞ് ഞാൻ പുഴയിൽ തള്ളും. നോക്കിക്കോ. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ആ ബന്ധം എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കളാം. ആ ഒരു ബന്ധം ഞാൻ മനസ്സിൽ വെച്ച് നിൽക്കേ വേണ്ട. ഇനിയിപ്പോൾ എനിക്കെതിരായിക്കൊണ്ട് ഇജ്ജെങ്ങാനും അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓന് മാത്രമല്ല എൻ്റെ ബാപ്പാൻ്റെയും മയ്യത്തിനെ എടുക്കും. നോക്കിക്കോ. അത് കേട്ട് നുസൈബയുടെ കൈകാലുകൾ തളർന്നു. അവളുടെ വായിലെ വെള്ളം വറ്റി. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ ആകെ വിറക്കുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നു. പിന്നെ ഓർത്ത് വെച്ചോട്ടോ, ഇങ്ങനൊരു വാണിങ് എനിക്ക് ഉണ്ടാവില്ല. ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാളാ. ഞാൻ പറഞ്ഞ ഈ കാര്യം എങ്ങാനും ഒരു കുട്ടിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എൻ്റെ കുടുംബം തന്നെ ഞാൻ ഇല്ലാതാക്കൂട്ടോ. ഓർത്ത് സൂക്ഷിച്ച് കളിച്ചോ. നല്ലഞ്ചേൽക്കാണെങ്കിൽ ഹുസൈനാജി നല്ല ആളാണ്. അതല്ല വെടക്കാണെങ്കിൽ പിന്നെ വെച്ചക്കൂല ഒറ്റൊന്നിനെയും. അത് ഓർത്ത് കളിച്ചോ. ഇജ്ജ് മാത്രം ബാക്കിയാവും നമ്മളെ ബീവിയായിട്ട്. അതും പറഞ്ഞുകൊണ്ട് അയാളത് സ്പീഡിൽ ആ കാർ ഓടിച്ചു പോകുന്നു. നുസൈബാക്ക് ഒരടി നടക്കാൻ കഴിഞ്ഞില്ല. അവളാകെ ക്ഷീണിച്ചു പോവുകയാണ്. പ്രഷർ കുറയുകയാണോ എന്താണെന്നറിയില്ല. അവൾ തളർന്നു. അവൾക്കൊരടി നടക്കാൻ കഴിയുന്നില്ല. അവൾ ആ വഴിയിൽ ഇരുന്നു. കണ്ണുകളിൽ ഇരുട്ടടക്കുന്നു. എന്തൊക്കെയോ സംഭവിച്ചു. പടച്ചോനെ, എനിക്ക് എന്തൊക്കെയോ ആവുന്നു. അല്ലാ, അവൾക്ക് എഴുന്നേൽക്കുവാനോ നടക്കുവാനോ കഴിഞ്ഞില്ല. തല കറങ്ങുന്ന പോലെ അവൾക്ക് അനുഭവപ്പെടുകയാണ്. അല്ലെങ്കിൽ മനസ്സിനുള്ളിൽ ഒരുപാട് ഭാരങ്ങളാണുള്ളത്. ഇപ്പോഴിതാ അല്ലാ, പഠിച്ച റബ്ബേ, എൻ്റെ ഉപ്പാക്ക് എൻ്റെ കുടുംബത്തിനെ എല്ലാം നശിപ്പിക്കുമെന്നാണ് അയാൾ പറയണത്. ഷമ്മാസിനെയും അരിഞ്ഞു തള്ളുമത്രേ. ഞാനിത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, ഞാൻ പറയുന്നില്ല. എന്തിനാ എൻ്റെ കാരണം കൊണ്ട് ഒരാളുടെയും ജീവിതം ഇല്ലാതാവരുത്, ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടരുത്. നുസൈബക്ക് എണീക്കാൻ വരെ കഴിയുന്നില്ല. അവൾ ആ ഇരുത്തം അവിടെ ഇരിക്കുകയാണ്. തല കറങ്ങിയിട്ടാണെങ്കിൽ എണീക്കാനും കഴിയുന്നില്ല. പഠിച്ച റബ്ബേ, ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നവൾ കരുതി. പക്ഷേ അവൾക്ക് ഭയം. ഹുസൈനാജി എങ്ങാനും തിരിച്ചു വരുമോ? എൻ്റെ ഈ കിടപ്പെങ്ങാനും കാണുമ്പോൾ ഇല്ല, എന്നെ പിടിച്ച് വണ്ടിയിൽ കയറ്റും, അതുറപ്പുണ്ട്. അയാൾ കൊണ്ടുപോകും എന്നെ. അതെനിക്കറിയാം. ഇവിടെയാണെങ്കിൽ ആളുകളില്ലാത്തൊരു ഏരിയയാണ്. അവൾ കഴിയുന്നത്ര ശക്തിയെടുത്ത് എണീറ്റു. നടക്കാൻ കഴിയുന്നില്ല. കാലുകൾ കുഴയുന്ന പോലെ തല കറങ്ങുന്നു. വെച്ച് വെച്ച് അവൾ നടക്കുന്നു. വീട്ടിൽ ഉമ്മയും ഉപ്പയും ഒക്കെ നല്ല സന്തോഷത്തിലാണ്. പഠിച്ച റബ്ബേ, നമ്മളെ കുട്ടീൻ്റെ എക്സാമാണ് ഇന്ന്, ലാസ്റ്റ് ക്ലാസ്സുമാണ്. നമ്മളെ കുട്ടി റാങ്ക് മേടിക്കും അല്ലേ ഇക്ക? ഇൻഷാ അല്ലാ, പഠിച്ചവനോട് ദുആ ചെയ്യുക, അല്ലാതെ എന്താ. എന്നാലും എന്താ അറിയില്ല, മനസ്സിക്ക് വല്ലാത്തൊരു സന്തോഷം. ഇപ്പോൾ കല്യാണമൊക്കെ ശരിയായും ചെയ്തു. ഇനിയിപ്പോൾ നിക്കാഹാണ് കഴിഞ്ഞാലേ പെട്ടെന്ന് നമ്മളെ കുട്ടീനെ ഓളെ ഇഷ്ടം പോലെ ജീവിക്കാൻ സമ്മതിക്കണം. എടി, എക്സാം ഒന്ന് കഴിഞ്ഞോട്ടെ. അല്ലാ, എൻ്റെ കുട്ടിക്ക് നല്ല വിജയം നീ നൽകു റഹ്മാനെ, ഉപ്പ പറഞ്ഞു. ഇക്ക, സമയം ഇത്ര ആയല്ലോ, 10 മിനിറ്റ് കഴിഞ്ഞല്ലോ. മോൾ എത്തിയിട്ടില്ലല്ലോ. മോളെവിടെ? ഇന്നിടി അവസാനത്തെ ക്ലാസ് അല്ലേ, ഓൾക്ക് കുറേ മിണ്ടാനും പറയാനും ഇതൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. എന്നാലിപ്പോൾ ഈ നേരമൊക്കെ ആകുമ്പോഴത്തേന് എത്തേണ്ടതാണല്ലോ. ഒന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അതും പറഞ്ഞിരുന്നു. എന്താന്നാവോ. ഇജി വിഷമിക്കല്ലേ, ഓളുകൊണ്ട് വന്നോളൂ. ഫോണൊക്കെ ഒന്ന് അടിച്ചു നോക്കി. ഉപ്പ അതാ അവളുടെ ഫോണിലേക്ക് അടിക്കുന്നു. ഫോണ് വെല്ലടിക്കുന്നുണ്ട്.
നുസൈബയുടെ ബാഗിൽ നിന്ന് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് അവളതെടുത്തു. പഠിച്ചോനെ ഉപ്പ. ഹലോ. അവൾ ഉള്ള ശക്തിയെടുത്ത് സംസാരിക്കുന്നു. മോളെ ഇന്നെന്താ ടൈമിന് കാണുന്നില്ലല്ലോ, എന്തു പറ്റി, എവിടെയേ? ഉപ്പ വരുന്നുണ്ട്. ഉപ്പയെ ആ വിഷമം അറിയിക്കാതെ അവൾ പറഞ്ഞു. എന്താ മോളുടെ സൗണ്ടൊക്കെ ഒരു വല്ലായ്മ പോലെ, എന്താ വെയ്യ അവൾക്ക്? ഇന്നിപ്പോൾ സ്കൂളിൽ പരിപാടി എന്തൊക്കെ അല്ലേ, അതൊക്കെ കഴിഞ്ഞ് ഓല ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ആക്കും പോലെ ഇങ്ങനെ ആടിപ്പാടിയൊക്കെ ഇങ്ങനെ, അതുകൊണ്ട് ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. പിന്നെയും 10 മിനിറ്റ് കഴിഞ്ഞിട്ടും മകളെ കാണുന്നില്ല. ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. ഉപ്പ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോഴതാ നുസൈബ വരുന്നു. അവൾക്ക് നടക്കാൻ കഴിയായിട്ട് പതിയെ പതിയെ വേച്ചാണ് അവൾ നടന്നിരുന്നത്. എൻ്റെ പൊന്നു മോളെ വേഗം ഒന്നിങ്ങോട്ട് പോര്, ഇങ്ങനെ ആക്കും പോലെ വരണെന്താ? ഉപ്പ ഇതാ വരണേ ഞാൻ. എന്താ മോളെ നടക്കാൻ കഴിയാത്ത പോലെ? എന്താ കൈയൊക്കെ വിറക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? പ്രഷർ എങ്ങാനും കുറഞ്ഞിക്കണോ? ഹേയ് ഒന്നുമില്ലപ്പ. അവൾ എങ്ങനെയൊക്കെയോ അതാ അകത്തേക്ക് കയറുന്നു. ഹിജാബ് അവൾ അവിടെ നിന്നൊന്നും അഴിച്ചില്ല. ഒരു പക്ഷേ തൻ്റെ മുഖം കണ്ടാൽ ഉപ്പയും ഉമ്മയും വിചാരിക്കും എന്തോ കാര്യമായി പ്രശ്നമുണ്ടെന്ന്. ഒരിക്കലും അറിയിക്കാൻ പാടില്ല. അറിയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പയും എൻ്റെ കുടുംബവും ഷമ്മാസും എല്ലാം ഇല്ലാതെയാകും. അതാണ് അയാൾ പറഞ്ഞത്. അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒറ്റൊന്നിനെയും വെച്ചേക്കില്ല. അയാൾ പറഞ്ഞാൽ പിന്നെ പറഞ്ഞതാണ്, അതിൻ്റെ അപ്പുറത്തേക്കായിട്ടില്ല. അവൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. പടച്ച റബ്ബേ, പണമുള്ള മനുഷ്യന്മാരെ ഇത്രയധികം പേടിക്കണോ? പണമില്ലാത്ത പാവപ്പെട്ട ഞങ്ങളെ ഇത്രയധികം താഴ്ന്ന് ജീവിക്കണോ? നിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരല്ലേ അള്ളാഹുവേ? പണ്ഡിതരെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസമില്ലാത്തവനല്ലേ? ആ രീതിയല്ലേ നീ മനുഷ്യന്മാരെ കാണുന്നത്? പിന്നെന്താ പഠിച്ചോനെ ഇങ്ങനെ ഞങ്ങളോട്, എന്നോട്? അവൾ തേങ്ങിക്കരയുന്നു, ശബ്ദം പുറത്ത് വിടാതെ. മോളെ എന്താ ഡ്രസ്സ് മാറലൊന്നും കഴിഞ്ഞില്ലേ? എന്താ നിനക്ക് റൂമിൽ പണി? അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴത്തേന് ഈ വേഗം ഒതു കൊടുക്കാനും നിസ്കരിക്കാനും നിനക്ക് വരുന്നതാണല്ലോ, എന്താ? ഉമ്മ ഇത് വരുന്നു. അവൾ പെട്ടെന്ന് മുഖമെല്ലാം തുടച്ചു. അവൾ നേരെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കാതെ ബാത്റൂമിലേക്ക് പോകുന്നു. അവിടെ പോയി ഉളൂഹ ചെയ്ത് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറുകയും ചെയ്തു. അവൾ നിസ്കാരക്കുപ്പായം അണിഞ്ഞു. നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്തു. സുജൂദിൽ കിടന്ന് കരഞ്ഞവൾ അള്ളാഹുവിനോട് ഒരുപാട് തേടി. പടച്ച റബ്ബേ, അയാളുടെ ഷെറിനെ തൊട്ട് നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ. എനിക്ക് പേടിയാണ് അയാളെ കാണുന്നത്. എന്താണെന്നറിയില്ല. എന്തിനാ പഠിച്ചവനെ അയാൾക്ക് നീ ഇത്രയധികം സമ്പത്തൊക്കെ കൊടുത്തത്? ഈ പാവപ്പെട്ട ഞങ്ങളെ ചൂഷണം ചെയ്യാനാണോ? അള്ളാഹുവേ, നീ കാത്ത് രക്ഷിക്ക്. നുസൈബ കരഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഉമ്മ അവളെ വിളിക്കുന്നു. മോളെ എന്താ വാതിലൊക്കെ കുറ്റിട്ടിരിക്കണം? മോളെ തുറക്ക്, ഇവിടെ വാ, ചായ കുടിച്ചോ. പഠിച്ചോനെ എക്സാം ആണല്ലോ, ഇനിയിപ്പോൾ ക്ലാസ്സും ഇല്ല. അവൾ വാതിൽ തുറന്നു. അവളുടെ കണ്ണും മുഖം ഒക്കെ ആകെ ചുവന്നിരുന്നു. എന്താ പെണ്ണേ, ഇന്നെന്താ മുഖമൊക്കെ വല്ലാതെ ചുവന്നിക്കണല്ലോ? ഇന്ന് ക്ലാസ് ലാസ്റ്റായിട്ട് ആണോ? അതാണിപ്പോൾ. ഇനിയിപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങണമല്ലോ. എക്സാം കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ എൻട്രൻസ് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നും ക്ലാസ് തന്നെയല്ല. 5 വർഷം എൻ്റെ കുട്ടിക്ക് പഠിക്കണം, എന്നും ഫ്രണ്ട്സും കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണോ? അതൊന്നും സാരമില്ല. ഇതിപ്പോൾ കുറച്ച് മാസങ്ങൾ പഠിച്ചപ്പോൾ ഇത്രയധികം വിഷമിക്കാനെന്താ? അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വിഷമം കൂടുതലാണ്. ഇത്രയൊന്നും പാടില്ല കേട്ടോ. പെൺകുട്ടികളാവുമ്പോഴേ എല്ലാത്തിനും ഇങ്ങനെ വിഷമം പിടിച്ച് നിൽക്കാൻ പറ്റൂല. കുറച്ചൊക്കെ ധൈര്യം വേണം. ഉമ്മയുടെ ആ വാക്കുകൾക്ക് നുസൈബ തലയാട്ടി. അതേ എന്ന് കൂട്ടുകാരികളെ പിരിഞ്ഞ് ആ ടെൻഷനാണ് എനിക്കെന്ന് ഉമ്മ കരുതിക്കോട്ടെ എന്നും അവൾ കരുതി. മോളെന്ന ചായ കുടിക്കേ, വേഗം കുടിച്ചോ. പഠിച്ച റബ്ബേ, ഇനി ഒന്നിനും നിൽക്കല്ലോട്ടോ എൻ്റെ കുട്ടി. വേഗം എന്താ വെച്ചാൽ പഠിക്കുക, നോക്കുക റബ്ബേ, എക്സാമാണ്. ടെൻഷനൊന്നും വേണ്ട. ഉമ്മ ദുആ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാവരും ദുആ ചെയ്യും എൻ്റെ കുട്ടിക്ക് വേണ്ടി. പിന്നെ അവിടുത്തെ ഉമ്മ, ആ ഉമ്മനെ കിട്ടിയത് മോളെ നമ്മളെ ഭാഗ്യമാണ്. എന്തൊരു ഭാഗ്യവതി എൻ്റെ കുട്ടി. ഷമ്മാസ് മോനും ഒക്കെ പഠിച്ചവനെ നല്ല ഹയറായ റാഹത്തായൊരു മോനുമാണത്. അള്ളാഹു നമ്മളെ ഭാഗത്തിനാണ് മോളെ, വിഷമിക്കണ്ട. എന്നാലും എൻ്റെ കുട്ടി അനുഭവിച്ചതിന് പകരമായിട്ട് നമുക്ക് അള്ളാഹു തന്ന നിയമത്ത് കണ്ടായേ. എന്താലേ? ഉമ്മയുടെ ആ വാക്കുകൾക്ക് മറുപടി പറയാൻ നുസൈബക്ക് കഴിഞ്ഞില്ല. പഠിച്ചോനെ എല്ലാം ശരി തന്നെയാണ്, പക്ഷേ ജീവിക്കാൻ അനുവദിക്കാൻ ഞാൻ പിന്നെ എന്താ? ബിസ്മി ചൊല്ലിക്കൊണ്ട് ചായയുടെ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു. എന്തെന്നറിയില്ല,
കുടിക്കാൻ കഴിയുന്നില്ല. മോളെ കടി എടുത്ത് തിന്നോ? ഉമ്മത ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിക്കണേ, അത് തിന്നോ? ഉമ്മ എന്താ പെണ്ണെ, വേഗം തിന്നോ, ഇനിയിപ്പോൾ പരീക്ഷൻ്റെ കാര്യത്തിനും ടെൻഷൻ ആവല്ലോ കേട്ടോ. റബ്ബേ, നമ്മളൊക്കെ ഒരു പ്രതീക്ഷ. എൻ്റെ കുട്ടിയാണ്, എൻ്റെ കുട്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചായി കിട്ടിയാൽ നമ്മളപ്പാക്കും സുഖമായി, ഞമ്മക്കും ഒക്കെ ഒരു റാഹത്താണ്. മോളെ, നമുക്കൊരു ആൺതരില്ലല്ലോ, പഠിച്ചോ നമുക്കൊരു ആൺതരില്ല, തന്നിട്ടില്ല. ആണായിട്ടും പെണ്ണായിട്ടൊക്കെ നിങ്ങൾ തന്നെ നമുക്കുള്ളൂ, 3 പെൺകുട്ടികൾ. എന്നാലും പഠിച്ചോ കുഴക്കമൊന്നുമില്ല. പെൺകുട്ടികൾ ബർക്കത്താണെന്ന് എല്ലാവരും പറയും. 3ാമത്തെ പെൺകുട്ടിയായപ്പോൾ എല്ലാവരും പറഞ്ഞു 3 പെൺകുട്ടികളായി കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് തരും എന്നുള്ളത്. ശരി തന്നെയാണ് മോളെ, അത് ബർക്കത്ത് തന്നെ ആയിരിക്കും. ഒരിക്കലും നമ്മൾ തള്ളി പറയാൻ പാടില്ല പെൺകുട്ടികളെന്ന് വിചാരിച്ചിട്ട്. ആൺകുട്ടികളില്ലാന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടും വേണ്ട. നമുക്കൊക്കെ അള്ളാഹു നമുക്ക് നൽകും. പഠിച്ചാൻ വിചാരിച്ച അനുഗ്രഹമൊക്കെ നമുക്ക് കിട്ടിക്കോളും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴാണ് അത്ര പെൺകുട്ടികൾ ഭൂമിയിൽ ജനിക്കുക. അപ്പോൾ അതൊരു ഭാഗ്യമല്ലേ നമുക്ക്. അള്ളാഹു നൽകിയത് 3 ഭാഗ്യങ്ങളാണ്, എൻ്റെ 3 പെൺകുട്ടികളും. അപ്പോൾ ഉമ്മാൻ്റെ കുട്ടി നല്ല രീതിയിൽ പരീക്ഷയൊക്കെ എഴുതിക്കോട്ടോ. എങ്ങനെ വെച്ചാൽ മനസ്സിൽ വിഷമമൊന്നും ഇങ്ങനെ വെച്ച് നിൽക്കാതെ. എന്താ എനിക്ക് ഇത്ര വിഷമം? എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നല്ലോ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നുണ്ട്. തലവേദന എടുക്കുന്നുണ്ട് എനിക്ക്, കണ്ണും മോറൊക്കെ ആകെ ചീർത്ത്. നോക്കട്ടെ, പനി ഉണ്ടോ? പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടിക്ക് ചെറുതായിട്ടൊരു പനി ഉണ്ട്. ഈ പരീക്ഷൻ്റെ തലേന്ന് റബ്ബേ പനിച്ചാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഉമ്മ അപ്പോഴേക്കും പെട്ടെന്ന് അവൾക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൽ അല്പം തേനും ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അവളോട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കുടിക്കാൻ പറഞ്ഞു. ഉമ്മ സാധാരണയായി പനിക്കുമ്പോഴൊക്കെ ഗുളിക വാങ്ങി കൊടുക്കുന്നതിന് പകരം മക്കൾക്ക് ഈ രീതിയിലുള്ള മരുന്നാണ് കൊടുക്കാറുള്ളത്. അതൊരു 3 നേരം കുടിക്കുമ്പോഴേക്കും പനി പമ്പ കിടക്കും. എൻ്റെ കുട്ടി ഇത് കുടിച്ചാളി, ഇതാ പനിയൊന്നും ഉണ്ടാവില്ല. നുസൈബയുടെ നെറ്റി നല്ല ചൂടുണ്ടായിരുന്നു. ഉമ്മ ഞാനൊന്ന് കിടക്കട്ടെ. മോളെ, ഈ അസറിൻ്റെ നേരത്ത്, ഈ വൈകുന്നേരം നേരത്ത് കിടക്കുക എന്ന് വെച്ചാൽ അത്ര നല്ലതല്ല. ഈ നേരത്ത് കിടന്നാലേ ബുദ്ധി കുറയത്രേ. അല്ലാ, എൻ്റെ കുട്ടിക്ക് സാറില്ല, എൻ്റെ കുട്ടി പനിക്കാണെങ്കിൽ കിടന്നോളി, ഒന്ന് വരി, ഉമ്മ ഒന്ന് പുതച്ച് മൂടിത്തരാം. നുസൈബയുടെ ശരീരത്തിലേക്ക് ഉമ്മ അതാ പുതപ്പിട്ട് മൂടുന്നു. ഉമ്മ, എനിക്ക് വല്ലാതെ തണുക്കുന്നു. മോളെ, ഇന്നിപ്പോൾ വെയിലൊക്കെ ആണല്ലോ, വെയിലായിട്ടും എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ തണുക്കണുണ്ടോ? അല്ലെങ്കിൽ ഓൾക്ക് എത്ര മഴ പെയ്താലും തണുപ്പാണെങ്കിലും ഓൾക്ക് തണുക്കാറില്ല. ഉമ്മ, ഉള്ളിക്ക് പനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ മോളെ, സാരമില്ല. അള്ളാഹുവേ, എൻ്റെ കുട്ടിയുടെ അസുഖം നീ പെട്ടെന്ന് ഷിഫിയാക്ക് റഹ്മാനെ. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടിക്ക് നാളെ എക്സാമാണ്. ആ എക്സാം നല്ല രീതിയിൽ എഴുതാൻ എൻ്റെ കുട്ടിക്ക് കഴിയണേ റഹ്മാനെ. പാവം, എൻ്റെ കുട്ടിക്ക് ഇന്നൊരു പുസ്തകം പോലും എടുത്തു നോക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അള്ളാഹു വിചാരിച്ചിരിക്കണമെങ്കിൽ എൻ്റെ കുട്ടിക്ക് കിട്ടും. പഠിച്ച റബ്ബ് കൂടെ ഉണ്ടാകും. മോളെ, എൻ്റെ കുട്ടി വിഷമിക്കണ്ട കേട്ടോ. നുസൈബയുടെ നെറ്റിയിലും തലയിലും ഉമ്മ തലോടിക്കൊണ്ടിരുന്നു. മോളെ നുസിയെ, ഉപ്പയുടെ വിളി അതാ കേൾക്കുന്നു. ആ എന്തൊക്കാ? ഓളെ ഇവിടെ കിടന്നിക്കണ്, ഓൾക്ക് ചെറിയൊരു തലവേദന പനി എന്തൊക്കെയുണ്ട്. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടിക്ക് പരീക്ഷൻ്റെ തലേ ദിവസമാണോ ഇതൊക്കെ വരുന്നത്? അത് സാറില്ല, പഠിച്ചോൻ ഷിഫയാക്കി തരട്ടെ. ഉപ്പയും നുസൈബയുടെ അടുക്കിലേക്ക് വന്നു. അവളാകെ വിറക്കുന്ന പോലെയുണ്ട്. അതുമാത്രമല്ല, ഇടയ്ക്ക് ഒരു ഞെട്ടൽ വരികയാണ്. ആകപ്പാടെ ഒരു പേടിയുള്ളത് പോലെ. മോളെ, എൻ്റെ കുട്ടിക്ക് എന്താ പനിക്കണുണ്ട്, വിറക്കുന്നുണ്ട്, എന്തെങ്കിലും കണ്ട് പേടിച്ചോ? എന്ത് കണ്ട് പേടിക്കാനടി, ഓളെന്നും വരുന്ന വയ്യല്ലത്. സമയം ഇരുട്ടായിട്ടൊന്നും ഇല്ലല്ലോ. അസ്രാങ്കൾ കൊടുത്തപ്പോൾ ഓൾ ഇവിടെ എത്തിക്കണില്ലേ? എന്ത് കണ്ട് പേടിക്കാനോ അവിടെ നിന്നൊക്കെ? ഈ ഓരോന്നില്ലാത്തൊന്നും പറയല്ലോ. ഉപ്പ ഉമ്മയോട് പറഞ്ഞു. ഉമ്മ ഒരുപാട് തവണ ആയത്തുൽ കുർസി ഓതി അവളുടെ തലയിലൂടെ ഊതിക്കൊടുത്തു. ഒക്കെ ഷിഫാവും, പഠിച്ച റബ്ബല്ലേ വലുത്. ഉമ്മ ഒരുപാട് സമയം നുസൈബയുടെ അടുക്കലിരിക്കുകയാണ്. അവളുടെ മുടിയും തലയൊക്കെ തലോടിക്കൊണ്ട് ആയത്തുൽ കുർസി ഓതി തലയിൽ ഒരുപാട് തവണ ഊതിക്കൊടുക്കുന്നു. സംസം വെള്ളം എടുത്ത് അപ്പോഴേക്കും ഉപ്പ അവളുടെ അടുക്കലെത്തി. ഉപ്പാൻ്റെ കുട്ടി, ഇത് കുടിച്ചാളി, ഇതാ ഈ സംസം വെള്ളം, ഒക്കെ ഷിഫയാവും, ഇത് കുടിച്ചാളി. ഉമ്മ ഒരുപാട് തവണ ആയത്തുൽ കുർസി തലയിലൂടെ ഓതിയപ്പോഴും ഉപ്പ തന്ന ആ സംസം വെള്ളം കുടിച്ചപ്പോഴും നുസൈബക്ക് എന്തെന്നറിയില്ല, മനസ്സിനുള്ളിലെയും തലയ്ക്കുള്ളിലെയും ഒരു ഭാരം ഒരുപാടങ്ങ് നീങ്ങിപ്പോയതുപോലെ തോന്നുന്നു. അവൾക്കൊരു ഉഷാറ് തോന്നി തുടങ്ങുന്നു. അവൾ ആ ബെഡിൽ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എണീറ്റു. ഉമ്മ, എന്തെൻ്റെ കുട്ടിക്ക് റബ്ബേ, പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടിക്ക് എല്ലാം ഇപ്പോൾ റെഡിയായി നിൽക്കുകയാണ്.
കല്യാണം റെഡി ആയിക്കണേ, ഇനി പരീക്ഷ അയക്കണേ, ഒക്കെ പഠിച്ച റബ്ബേ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നീ മാറ്റി കൊടുക്കുക റഹ്മാനെ. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പറയും, ഉമ്മാനോട് പറഞ്ഞാൽ അതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. നുസൈബ ഒന്നും മിണ്ടിയില്ല. വേണ്ട, ഹുസൈനാജി പറഞ്ഞതെങ്ങാനും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, എൻ്റെ കുടുംബം, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ അനിയത്തിമാർ, എൻ്റെ ഷമ്മാസ്, ഹേയ് എല്ലാവരെയും എനിക്ക് വേണം. എല്ലാവരെയും അവരാരും നഷ്ടപ്പെടുന്നത് ഞാൻ ഇഷ്ടമാകുന്നില്ല. അവരൊക്കെ എന്നും ജീവനോടെ ഇവിടെ വേണം. ഞാൻ മരിച്ചിട്ട് അവരെല്ലാവരും മരിച്ചാൽ മതി, അല്ലാതെ ആ കാഴ്ച എനിക്ക് കാണാൻ കഴിയില്ല. അവൾ ഒന്നും മിണ്ടിയില്ല. ധൈര്യം മനസ്സിലേക്ക് വീണ്ടെടുക്കുകയാണ്. അപ്പോഴതാ ഒരു ഫോൺ കോൾ വരുന്നു അവളുടെ ഫോണിലേക്ക്. മോളെ ബാഗിൽ നിന്ന് ഫോൺ വരെ എടുത്ത് വെച്ചിട്ടില്ലല്ലേ? ആ മോളെ, ഉമ്മ ആരോ നോക്കി. അപ്പോഴേക്കും അതാ ഉമ്മ അവളുടെ ബാഗിൽ നിന്ന് ഫോൺ എടുക്കുന്നു. എടി ഇത് നിങ്ങളെ ഉമ്മയാണെടി അവിടുത്തെ, എന്നാ മോളെ ഇതെടുത്തു. അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. പഠിച്ച റബ്ബേ, ഞാനിനി എന്താ ചെയ്യുക, ഞാൻ എന്താ പറയാം? ഇന്ന പെണ്ണെ എടുക്ക്. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ നുസൈബ, എക്സാം അല്ലേ നാളെ? എനിക്കിടെ ഒരു സമാധാനമില്ല. പിന്നെ നമ്മളെ മോന് ഷാമോന് നടന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, റാഹത്തായിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും ഈ വിഷമിക്കണ്ട കേട്ടോ. ഇപ്പോൾ അവൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ എണീക്കുന്നുണ്ട്, ബാത്റൂമിൽ പോകുന്നുണ്ട്, അവൻ്റെ എക്സസൈസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്തിട്ടേ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നാളെ ഡിസ്ചാർജാണ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, റാഹത്താണ്, അൽഹംദുലില്ലാ. എൻ്റെ കുട്ടി എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. എൻ്റെ മോളെ നല്ല രീതിയിൽ പോയിട്ട് പരീക്ഷ എഴുതണം കേട്ടോ. ഒരു ബുദ്ധിമുട്ടും വിഷമം പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഉമ്മയുടെ ദുആ ഉണ്ട് കേട്ടോ. എന്നിട്ട് എൻ്റെ കുട്ടി നല്ല റാങ്ക് വാങ്ങണം ഇൻഷാ അല്ലാ. പിന്നെ എന്തൊക്കെ തന്നെയായാലും മോൾക്ക് എക്സാമിന് മാർക്ക് കുറഞ്ഞൊന്നും വിചാരിച്ച് അങ്ങനെ എഴുതാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ വന്നാലും മോള് വിഷമിക്കരുത്. കാരണം എന്താ, ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിലും ഞമ്മക്ക് ഇവിടുന്ന് ക്യാഷ് കൊടുത്ത് പഠിക്കാം മോളെ. അതിനൊക്കെയുള്ള പൈസയൊക്കെ ഉമ്മാൻ്റെ അടുത്തുണ്ട്. ഒരു വിഷമിക്കണ്ട. പിന്നെ നീ അങ്ങനെ പറഞ്ഞപ്പോൾ ഇതൊന്ന് ഞാൻ സമ്മതിച്ചു എന്ന് മാത്രം. എന്നാലും എൻട്രൻസ് എഴുതി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അത് എല്ലാവർക്കും കിട്ടണമല്ല. അത് കുറച്ച് പഠിക്കാൻ കഴിവുള്ളവർക്കും ഭാഗ്യമുള്ളവർക്കും മാത്രം കിട്ടുന്ന ഒരു സംഭവമാണത്. അങ്ങനെ കിട്ടുന്നൊരു അന്തസ്സാണേനും. എൻ്റെ കുട്ടി ഒരു കാര്യത്തിനും വിഷമിക്കരുത്, നല്ല രീതിയിൽ എഴുതണം കേട്ടോ. പിന്നെ ഷമ്മാസ് പുറത്തിപ്പോൾ വരാന്തയിലൂടെ അങ്ങനെ നടക്കാൻ വേണ്ടി പോയിക്കണ്. അവന് വരുമ്പോഴേക്കും എന്താ അവൻ്റെ അടുത്ത് ഫോണെങ്ങാനും കൊടുക്കണോ? ഉമ്മ വേണ്ട. എന്താ മോളെൻ്റെ സൗണ്ടൊക്കെ എങ്ങനെ ആയിക്കണേ? പരീക്ഷനെ പേടിച്ചിട്ടായിരിക്കില്ലേ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നാളെ മോളെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകും വീട്ടിലേക്ക്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഷോപ്പിക്കൊക്കെ വിടാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഓനെ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ കുട്ടിക്ക് പഠിച്ച റബ്ബ് തുണയായി ഉണ്ടാവും. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ഉമ്മ വാതിൽ തുറന്ന് വരാന്തയിലേക്ക് നോക്കി. പിന്നെ ഷമ്മാസ് വരുന്നുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ റാഹത്താണ്, നടത്തൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. മറ്റേതൊരു കൊക്കിച്ചാടലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. പഠിച്ചോനെ ഇനി വേഗം എൻ്റെ കുട്ടികളെ നിക്കാഹാണ്ട് കഴിക്കുക, അത് മാത്രമേ ഉള്ളൂ എനിക്ക് ലക്ഷ്യം, വേറൊന്നുമല്ല. എൻ്റെ കുട്ടി അതിനൊക്കെ തയ്യാറായിക്കും. ആദ്യം പരീക്ഷ നല്ല രീതിയിൽ എഴുതുക, പിന്നെ നമുക്ക് നിക്കാഹ്, എന്നിട്ട് പിന്നെ റിസൾട്ട് വരലൊക്കെ നമുക്ക് ഇവിടെ നിന്നാക്കാം അല്ലേ, വീട്ടിൽ നിന്നേ ഇൻഷാ അല്ലാ. എന്നാൽ മോളെ അസ്സലാമു അലൈക്കും. ഉമ്മ ഫോൺ വെക്കുന്നു. വലൈക്കും അസ്സലാം. നുസൈബ മറുപടി പറഞ്ഞ് അത് ഫോൺ കട്ട് ചെയ്തു. ഉമ്മ എങ്ങനെയുണ്ട് ഇപ്പോൾ, ക്ലിയർ ആയില്ലേ? മോനെ അൽഹംദുലില്ലാ, പഠിച്ചോനല്ലേ വലുത്. പഠിച്ചോനെ ഞാൻ വിചാരിച്ചെൻ്റെ കുട്ടിക്ക് നടക്കാനൊന്നും കഴിയൂല. ഉമ്മ അത് അത്രക്കും ക്ഷതല്ലേ ഏറ്റത്. എന്തോ മോനെ സംഭവിച്ചത് സത്യത്തിൽ? അത് ഉമ്മ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ കാര്യം പറയാം. ഒരു സ്ത്രീയും 2 ചെറിയ മക്കളും റോഡിൻ്റെ വഴിയിൽ നിൽക്കുകയാണ്. അപ്പം ഞാനങ്ങനെ സ്പീഡിൽ വരികയാണ്. വരുന്ന സമയത്ത് അവരിങ്ങനെ കൈ കാണിക്കുക കേട്ടോ. കൈ കാണിച്ച് ആ കുട്ടിക്ക് എന്തോ ഒരു ചെറിയ രീതിയിൽ എന്തോ ബ്ലഡ് എന്തോ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. എന്ത് തല പൊട്ടിയതാണെന്തോ അറിയില്ല. അപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ ദയനീയമായി നമ്മളെ കാറിന് മുമ്പിൽ കൈ കാണിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ആദ്യം ക്യാഷിനോ വല്ലതോന്നോ ഭക്ഷണത്തിനോ എന്തോണെന്ന് വിചാരിച്ചു. എന്തായാലും വണ്ടി നിർത്തി, എന്ത് പറ്റിയെന്ന് വിചാരിച്ച് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്താ ബ്ലഡ് എന്തോ വരുന്നുണ്ട്, എവിടെ നിന്നാണെന്ന് അറിയണില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണോ, കയറിക്കൂടെ ഞാൻ വണ്ടിയിൽ എന്ന് പറഞ്ഞ്
ആ സ്ത്രീയുടെ കയ്യിൽ 2 കുട്ടികൾ, ഒരു കുട്ടി താഴെ നിൽക്കുകയാണ്, ഒരു കുട്ടി. അപ്പം ഞാൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് ആ ഒരു അവരോട് കയറാൻ പറഞ്ഞ് ഈ ചെറിയ കുട്ടിയെ ഞാൻ കയറ്റി കൊടുക്കുകയാണ്. അപ്പം എന്താണെന്നറിയില്ലമ്മ, എനിക്ക് എൻ്റെ തലയുടെ പിന്നിൽ നിന്ന് വല്ലാത്തൊരു ശക്തമായൊരു പ്രഹരം എനിക്ക് ഏറ്റു. ഭയങ്കര ഒരു ഇടി പോലെ. എന്തേ വന്ന് എന്നെ ഇടിച്ചതാണോ അതോ വേറെ വല്ലതും തലയ്ക്ക് വീണതാണോ എനിക്കറിയുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ കണ്ണുകളിൽ കാണുന്നത് ഒരുപാട് പച്ചിലകൾ, ഒരുപാട് മരങ്ങൾ, ഇടയിലൂടെ ഞാനിങ്ങനെ മറിഞ്ഞ് പോവുകയാണോ എന്തെനിക്കറിയുന്നില്ല. വണ്ടി ഇനി മറിയാണോ എന്താണ് എനിക്ക് പിന്നെ ഒരു ഓർമ്മ എനിക്ക് കിട്ടുന്നില്ല സത്യത്തിൽ. അതോ ഞാൻ ഈ വണ്ടി ആയിട്ട് ഇങ്ങനെ ഓടിച്ച് പോകണിട്ടില്ലേ, വേറൊരു വണ്ടി എങ്ങാനും ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് അങ്ങനെ ചെയ്തോ എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. തലക്കൊരു ഭയങ്കര ശക്തമായൊരു പ്രഹരം, ഒരടിയാണ് എനിക്ക് ഏറ്റത്. അത് തലക്ക് ഒന്ന് തട്ടിയതാണോ വണ്ടി ബാക്കിൽ നിന്ന് ഇടിച്ചാണോ ഒന്നും എനിക്കറിയുന്നില്ല. പിന്നെ ഞാൻ കണ്ണ് തുറന്നപ്പോൾ ഭയങ്കര നീറ്റലും പുകച്ചിലും വേദനയും സഹിച്ച് ഞാൻ നിൽക്കുകയാണ്. അപ്പോഴ് ഞാൻ എൻ്റെ കണ്ണുകൾ പതുക്കെ തുറന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി. അതെ, ഈ കാട്ടിലെ മനുഷ്യർ അവരെൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്. അവരിങ്ങനെ എന്തൊക്കെയോ പച്ചമരുന്ന് കാര്യങ്ങൾ അതൊക്കെ ആയിട്ടിങ്ങനെ എൻ്റെ ശരീരത്തിലും എൻ്റെ കൈകളിലും ഇവിടെ ആകെ നെറ്റിയിലും ആകെ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അവരെന്നെ കെയർ ചെയ്യുകയാണെന്ന് എനിക്ക് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ ഭയങ്കര വേദന എന്തൊക്കെ കണ്ടു. പക്ഷെ അവരുടെ ഒരു മുഖത്തായ ഒരു ദയയുണ്ട്. എനിക്ക് തോന്നി അവരെന്നെ സംരക്ഷിക്കുകയാണെന്നൊക്കെ തോന്നി. ആദ്യം ഞാൻ പേടിച്ചു, എന്നെ ഭക്ഷിക്കുകയാണ് അങ്ങനെയൊക്കെ വിചാരിച്ചു. പിന്നെ പച്ചമരുന്നിൻ്റെ ആ സ്മെല്ലും അത് ഇലയ്ക്ക് എന്തൊക്കെ ചെയ്ത് എനിക്കറിയുന്നില്ല. പക്ഷേ എനിക്ക് അപ്പോഴേക്കും പിന്നെയും ബോധം അറിയുകയാണ് ഉണ്ടായത്. പിന്നെ ഞാൻ ഒരു നിമിഷം കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ എന്തോ ഒരു പലകയിൽ കിടന്നിങ്ങനെ ശരീരം അനക്കാൻ പറ്റാത്ത വേദന. എവിടേക്കോ പൊട്ടും ചതവും മുറിവും ഉണ്ട്. തലക്കാണെങ്കിൽ ക്ഷതമേറ്റ അതും. ഞാനിങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഒരു മരങ്ങൾക്കിടയിലൂടെ ഞാനിങ്ങനെ എന്താ പറയുക, എന്തൊരു ഉയരത്തിൽ കയറി ഇങ്ങനെ പോവുക. എന്നെങ്ങനെ ആരൊക്കെ കൊണ്ടുപോകും, എന്തൊക്കെയോ ഒരു ഭാഷ സംസാരിക്കുന്നുണ്ട്. പിന്നീട് അവർ വേറൊരു ടീമിന് എന്തോ കൈമാറി ഞാൻ പിന്നെ ഒരു ഹോസ്പിറ്റലിലാണ് എത്തിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഏതോ ഒരു കാട്ടിലെ ഏതോ ഒരു എവിടേക്കോ പെട്ടിട്ട് ഏതോ ഒരു ഹോസ്പിറ്റലിലെത്തി. അവിടെ എത്തിയപ്പോഴും നമ്മളെ സാധാരണ മലയാള ഭാഷ ഒന്നല്ല, ട്രൈബൽസ് സംസാരിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ രീതിയിലാണ് എനിക്ക് അതുപോലെ ഭാഷയൊക്കെ തോന്നിയത്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഓർമ്മ വരികയാണ്. പിന്നെ ഞാൻ എൻ്റെ ഉമ്മാനെ കണ്ടു. അതൊക്കെ തന്നെ. ഒരിക്കലും ഉമ്മ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതിയിട്ടില്ല. എന്താണെന്ന് സംഭവിച്ചതെന്നോ ഒന്നും അറിയില്ല. തലക്ക് നല്ല അഗാധമായ ഒരു ക്ഷതം, അത് ഏറ്റതോടുകൂടി എൻ്റെ ബോധം വരെ നഷ്ടപ്പെട്ടത്. പിന്നെ എന്താണ് സംഭവിച്ചതെന്നോ ഒന്നും എനിക്കറിയുന്നില്ല. എൻ്റെ വാഹനം എവിടെ അതും അറിയില്ല. എന്തായാലും പടച്ച റബ്ബ് എന്നെ രക്ഷപ്പെടുത്തി. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ പറഞ്ഞത് കേട്ടപ്പോൾ. അല്ലാ, എൻ്റെ കുട്ടിനെ, മോനെ, ആരെങ്കിലും എൻ്റെ കുട്ടിനെ ചതിച്ചതായിരിക്കുമോ, എൻ്റെ കുട്ടിനെ ഉപദ്രവിച്ചതായിരിക്കുമോ എനിക്ക് തോന്നുകയാണ്. ആക്സിഡൻ്റ് ആകുമ്പോൾ ഒരിക്കലും ഒരു വഴിയിൽ വെച്ചൊരു പെണ്ണും 2 കുട്ടികളും കൈ കാണിക്കുക, നീ അവരെ കാറിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടി കുട്ടികളെ കയറ്റാൻ വേണ്ടി കാറിൽ നിന്ന് ഇറങ്ങുക, അതൊക്കെ പെട്ടെന്നൊരു ക്ഷത ഏൽക്കുക തലയ്ക്ക്. മോനെ, ഇതൊരിക്കലും ഒരു ആക്സിഡൻ്റ് അല്ല, നിന്നെ ആരോ കരുതി കൂട്ടി ഉപദ്രവിച്ചതായിരിക്കും. ഉമ്മ കരുതി കൂട്ടി ഉപദ്രവിച്ചതല്ലേ, എന്നാലും നമ്മൾ രക്ഷപ്പെട്ടല്ലോ, നമ്മൾ ക്ഷമിക്കുക മോനെ, അത് പറ്റില്ല. ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് മോനെ തെളിയിക്കണം. ഉമ്മ ഒരുപാട് കള്ളന്മാരൊക്കെ ഉള്ള ഏരിയയാണ്. കയ്യിൽ ക്യാഷ് പണമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവർ പല രീതിയിലും തട്ടിപ്പ് നടത്തി പല കാറുകൾക്ക് കൈകാട്ടും. നമ്മൾ ദയനീയതയോടെ നിർത്തി എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ക്യാഷ് കൊടുക്കുക നിൽക്കുമ്പോഴേക്കും അവർ നമ്മളുടെ പിടിച്ച് പറിച്ചു കൂടും, അവർ നമ്മൾ ഉപദ്രവിക്കും. ഞാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി, അതാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് പോകാമായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷേ പിന്നെ 2 പിഞ്ചു മക്കളെയും കൊണ്ട് ഒരു പെണ്ണാണ് നിൽക്കുന്നത്. അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾക്ക് എങ്ങനെയൊക്കെ സ്ഥിതി വരെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എനിക്ക് തോന്നി. അവരെ കാറിൽ കയറാൻ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. മോനെ, എന്തൊക്കെ തന്നെയായാലും ഒരു ദിവസം എല്ലാം തെളിയും, അതുവരെ കാത്തു നിൽക്കുക. ഉമ്മ കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ഉള്ള ഏരിയയാണ്, നമ്മൾ ആരെ കാത്തു നിൽക്കണേ? നമ്മളെ ജീവൻ
തിരിച്ചു കിട്ടി, പഠിച്ച റബ്ബ് തന്നു, അൽഹംദുലില്ലാ, ശുക്രൻ എന്ന് പറയാം. പിന്നെ ക്ഷമിക്കുക, അതൊക്കെ നമ്മളെ ജീവിതത്തിൽ വരാനുള്ളതായിരിക്കും. എന്നാലും അതുകൊണ്ട് രക്ഷപ്പെട്ടല്ലോ. നാളെ തൻ്റെ നുസൈബയുടെ എക്സാമാണ് എന്നുള്ള വിവരം ഷമ്മാസ് അറിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് വേണ്ടി ഷമ്മാസ് പ്രാർത്ഥിക്കുകയാണ്. പഠിച്ചോനെ, എൻ്റെ ഹിജാബിയുടെ എക്സാമാണ് നാളെ, നീ വിജയിപ്പിച്ച് കൊടുക്ക് റഹ്മാനെ. അള്ളാഹു, അവൾക്ക് നീ എല്ലാം ഈസിയാക്കി കൊടുക്ക് റഹ്മാനെ. യാതൊരു രീതിയിലുള്ള വിഷമവും ടെൻഷനും എൻ്റെ ഹിജാബിക്ക് നീ കൊടുക്കല്ല റഹ്മാനെ. എത്രയും പെട്ടെന്ന് അവളുടെ എക്സാം കഴിഞ്ഞിട്ട് നിക്കാഹ്, അതാണല്ലാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും അതിൽ ഒരു തടസ്സവും നീ തരല്ലേ റഹ്മാനെ. പാവം, അവൾ ഒരുപാട് വിഷമിച്ചതാണ്, ഒരുപാട് ദുഃഖിച്ചതാണ്, ഒരുപാട് പരീക്ഷണം നേരിടേണ്ടി വന്ന കുട്ടിയാണ് അവൾ. അല്ലാ, ഇനിയെങ്കിലും അവൾക്ക് നല്ലൊരു ജീവിതം നീ കൊടുക്കണം റഹ്മാനെ. അതിന് ഞാൻ തയ്യാറാണ്. എൻ്റെ ഭാര്യയായി അവളെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മരണം വരെ അവളെ ഞാൻ സംരക്ഷിക്കും, യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ. പഠിച്ച റബ്ബേ, അതിനുള്ള വിധി നീ എനിക്ക് താ റഹ്മാനെ. ഷമ്മാസ് മനമുരുകി പ്രാർത്ഥിച്ചു. ഇന്നെന്തായാലും ലാസ്റ്റ് ദിവസമാണല്ലോ ഹോസ്പിറ്റലിൽ. അവളുടെ എക്സാം നാളെയാണ്. അതിനു മുമ്പായിട്ട് അവളോടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ, അവളോടൊന്ന് ബന്ധപ്പെടാൻ കഴിഞ്ഞെങ്കിൽ. പക്ഷേ ഉമ്മയുടെ മുമ്പിൽ നിന്നാകുമ്പോൾ അതൊരു മടികൂടിയാണ്. എന്നാലും വേണ്ടില്ല. ഷമ്മാസ് ആ ബെഡിൽ വന്ന് കിടന്നു, ഫോൺ എടുത്തു. നുസൈബക്കഥ മെസ്സേജ് അയക്കുന്നു. ഹിജാബി, എൻ്റെ പ്രാർത്ഥന കൂടെയുണ്ട്. നല്ല റിലാക്സായിട്ട് കൂളായിട്ട് പോയി എക്സാം എഴുതണം. നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഇതാ ഇവിടെ ഈ ഷമ്മാസുണ്ട്. സന്തോഷത്തോടു കൂടി എക്സാം എഴുതി നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് വരണം, നല്ല കുട്ടിയായിട്ട്. എന്നിട്ട് നമ്മുടെ നിക്കാഹ് ഇൻഷാ അല്ലാ ഞാൻ വരുന്നുണ്ട് നിന്നെ കൂട്ടാൻ. ഇനി എനിക്ക് നിൻ്റെ വീടിൻ്റെ ലൊക്കേഷനൊന്നും വിട്ടു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം അറിയാമല്ലോ, എല്ലാം കാണാപ്പാടല്ലോ അല്ലേ. എന്താ പെണ്ണേ, എന്താല്ലേ പഠിച്ചവൻ്റെ ഒരു വിധി ഇങ്ങനെ ആയിപ്പോത്. ഞാൻ എത്രയോ പ്രാവശ്യം വന്ന വീടാണത്. പലവട്ടം വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്, പലവട്ടം പുറത്ത് നിന്നിട്ടുണ്ട് ഉമ്മയുടെ കൂടെ വരുമ്പോഴേ. പക്ഷേ എൻ്റെ പെണ്ണിൻ്റെ വീടാണ് ഇതെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ലല്ലോ. അന്ന് പെണ്ണ് കാണാൻ വരുമ്പോഴേ ലൊക്കേഷൻ വിടാൻ വരെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ഇതിപ്പോൾ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് ഹിജാബി. അപ്പോൾ ഞാൻ വരും നിന്നെ കെട്ടിക്കൊണ്ട് വരാൻ. എൻ്റെ ബീവിയായിട്ട് ജീവിക്കണ്ടേ, നമുക്കൊരുമിച്ച് ജീവിക്കണ്ടേ, പല പല സ്വപ്നങ്ങൾ നമുക്ക് കാണണ്ടേ, അതെല്ലാം പൂർത്തീകരിക്കണ്ടേ. എൻ്റെ ഹിജാബി, എല്ലാ രീതിയിലുള്ള വിജയാശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. പിന്നെ എക്സാമിൽ ജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒന്നും മറക്കല്ലേ കേട്ടോ. നമ്മളിവിടെ പാവം ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. ഇൻഷാ അല്ലാ ഷോപ്പിലേക്ക് ഇനിയിപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ നാളെ ഡിസ്ചാർജാണ് ഞാൻ. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, റാഹത്തായിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഷോപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ബോസേ ഒന്ന് വരി നിങ്ങൾ, വരായിട്ട് ഒരു രസമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഉമ്മ പറയുന്നത് 4 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ കാണലും നടക്കൂലല്ലേ. ഇനിയിപ്പോൾ കാണേണ്ട ആവശ്യമില്ലല്ലോ, ഇനി നീ എനിക്കുള്ളത് തന്നെയല്ലേ അല്ലേ. ഇൻഷാ അല്ലാ പെട്ടെന്ന് തന്നെ നിക്കാഹ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹൈറായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ജീവിക്കണം ഇൻഷാ അല്ലാ. നീ അള്ളാഹുവിനോട് ദുആ ചെയ്യട്ടോ, യാതൊരു തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ പൊന്നുമോൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട ഹിജാബിക്ക് ഒരിക്കൽ കൂടി ഇതാ ഓൾ ദി ബെസ്റ്റ്. എല്ലാ ക്വസ്റ്റ്യൻസിനും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ എൻ്റെ ഹിജാബിക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻഷാ അല്ലാ. പിന്നെ വോയിസൊന്നും ഞാൻ വിട്ടിട്ടില്ല. വോയിസ് വിടാൻ ഉമ്മ ഇവിടെ ഉണ്ടാകുമ്പോഴേ അത് ഞാൻ പിന്നെ ആക്കാമെന്ന് വിചാരിച്ചു ഇൻഷാ അല്ലാ. പിന്നെ നിനക്കും അവിടെ നിന്ന് കേൾക്കാനും ബുദ്ധിമുട്ടല്ലേ, അതാണ് ഞാനിങ്ങനെ ഈ ടൈപ്പിംഗ് മെസ്സേജിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ശരി ഇൻഷാ അല്ലാ പിന്നെ കാണാം കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട ഹിജാബി, നിനക്കൊരിക്കൽ കൂടി 1000 വിജയാശംസകൾ നേരുന്നു. നിൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസ്. നുസൈബയുടെ ഫോണിലേക്ക് ആ ഒരു മെസ്സേജ് വന്നു. അവൾ ആ മെസ്സേജ് വായിച്ചു.
പഠിച്ചോനെ, പാവം എൻ്റെ ഷമ്മാസ്. അല്ലാ, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാം, പക്ഷേ അതിനുള്ള വിധി എനിക്കില്ലല്ലോ അല്ലാ. അവൾ ഹൃദയം പൊട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ മെസ്സേജ് അവൾ പല തവണകളായി വായിച്ചു നോക്കി. അതെ, ഷമ്മാസിനെല്ലാം സുഖമായിട്ടുണ്ട്. അവൻ ഡിസ്ചാർജാണ് നാളെ. പക്ഷേ അവനെ വീണ്ടും ഇല്ലാതാക്കാൻ ഒരു ശത്രു ഇവിടെ ഉണ്ടല്ലോ എന്നോർത്ത് അവൾ സങ്കടപ്പെട്ടു. എല്ലാം പഠിച്ചവനിൽ അർപ്പിക്കുന്നു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. അല്ലാ, നീയുണ്ടെങ്കിൽ ഞാൻ മറ്റൊരാളെയും ഭയക്കുന്നില്ല. അവൾ അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.